ഞാനിതേവിടെ കുറച്ച് മക്രോണി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് പനീർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനാണ്. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒന്ന് വേവിപ്പിക്കാം. അടുപ്പത്ത് വെച്ചിട്ട് വേവട്ടെ. പനീരൊന്ന് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇട്ടിട്ടുണ്ട്. ഒന്ന് വരണം. കുറച്ച് നേരം ഒന്ന് എണ്ണയിലൊന്ന് വാടി വന്നാൽ മതി. ബട്ടറിൽ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാനുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് കുറച്ചുകൂടെ ഒന്ന് വേവാണെങ്കിൽ വേറട്ടെ. ഇതൊന്ന് മുരിഞ്ഞോട്ടെ. വേണ്ടോ, പനീർ മുരിഞ്ഞ് വന്നിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങോട്ട് മാറ്റിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത് മാറ്റിയെടുത്തിട്ടുണ്ട്. പാത്രത്തിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വന്നിട്ട് ഈ വാടി വന്ന് സവാള അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഇതെല്ലാം ഇതിലേക്ക് വെന്ത് വന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് വെക്കാം. തക്കാളി നന്നായി വെന്ത് വരണം. ഈ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ പേസ്റ്റ് അരച്ചെടുക്കാം. പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരച്ച് വെച്ച തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഇളക്കി ചേർത്തെടുക്കാം. നല്ലോണം നമ്മളാദ്യം വേപ്പിച്ചെടുത്തുകൊണ്ട് പിന്നെ മറ്റേ പച്ചമണം പോകാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, സോയ സോസ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പാസ്തയിലേക്ക് കണ്ടിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ചേർക്കാം. കുറച്ച് സമയം ഒന്ന് കത്തിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പനീർ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം. ഇത് കുറച്ച് മല്ലിയില ഇട്ട് ഇതുപോലെ ഒന്ന് പാസ്ത ഉണ്ടാക്കിയാൽ ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെച്ചെങ്കിൽ പിന്നെ ടൊമാറ്റോ സോസോ കച്ചുപ്പോ എന്ത് വേണമെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. അടുത്തൊരു വീഡിയോ ഒക്കെ നമുക്ക് പിന്നെ കാണാം. ബായ്. ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ തന്നെ വേർപ്പിച്ചെടുത്ത് വെള്ളം വാർത്തെടുക്കുക. വെള്ളം വാർത്തെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അതിന് മുകളിലോട്ട് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലോണം വിശ്വസിച്ച് കിട്ടും. ഒക്കെ ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ബായ്.